കുറച്ചുകൂടെ അങ്ങോട്ട് പോകില്ലേ? എങ്ങോട്ട്? ഈ പടിയൊക്കെ കയറി മുകളിലേക്കോ? ഇത് തോണിയാഹേ. സൂക്ഷിച്ചിറങ്ങിക്കോളൂ. പോവുക, കയ്യ പിടിക്ക. ഓ, ആയില്ലഞ്ചേരി കോവിലകത്തേക്ക് എങ്ങനെയാ വഴി? എവിടുന്നാ? ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. ഇയാളെ ചോദിച്ചാ മതി. നിങ്ങൾ ആരാ? ഞങ്ങൾ രണ്ട് മനുഷ്യന്മാരെന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഓ എന്നാ വഴി കാണിച്ചാൽ മതി. എത്ര മൈൽസ് ഉണ്ടാവും സുമാർ? ഇനി മൈൽസ് ഒന്നുമില്ല, കുറച്ചടന്നാ മതി. എടോ, ഈ കോലോത്ത തമ്പുരാക്കന്മാരെന്ന് പറഞ്ഞ വലിയ പുള്ളികളാണല്ലേ. പിന്നെ നാടി വരിച്ച കുടുംബമല്ലേ. ആ കാണുന്ന തെങ്ങുംതോപ്പില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. 100 തണ്ടാമാര് തേങ്ങയിടാൻ തുടങ്ങിയ ഒരറ്റം തീരുമ്പോ മറ്റേറ്റം തുടങ്ങിയിരിക്കും. അപ്പൊ 100 തണ്ടാന്മാരെപ്പോഴും തെങ്ങുമ്പോ തന്നെ ആയിരിക്കും അല്ലേ? തണ്ടാന്മാരെ കാര്യം വലിയ കഷ്ടാണല്ലോ. പുളൂസൊന്നുമല്ല, ഈ കാണുന്ന മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. പിന്നെ ബാക്കിയുള്ള നാട്ടുകാരെ മണപ്പുറത്ത് എടുക്കല്. ബാക്കിയുള്ളവര് കോലോത്ത് പണിയെടുക്കുന്നവരാ. ഈ പാടവും ഇതിന്റെ അപ്പുറത്തെ പാടവും അതിന്റെ അപ്പുറത്തെ പാടവും എല്ലാം കോലോത്ത് വീട്ടിലേതാ. ആരും ഇതിന് അതെന്താടോ അങ്ങനെ? അതിനാണ് നടന്നിരുന്നപ്പോ രാത്രിയാവും. രാത്രിയാ പിന്നെ കണ്ണു കാണാൻ പറ്റൂല്ലോ. എന്നാ പിന്നെ അന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വെളിച്ചാൻ പണിയിട്ട് നടന്നാ പോരെ. എന്റെ വീട്ടിലോ നിർത്തണോ? ഇതാ കോലോത്തെ വീട്. ഓ, നിങ്ങൾ ശരിക്കും ആരാ? ശരിക്കും ഞങ്ങള് കൊലോത്ത തമ്പരാക്കന്മാരാ, അളിയന്മാരാ. എന്തേ മതിയായോ? ഓ കൊറേ നേരം ഇങ്ങനെ കിടന്ന് പടയ്ക്കണു. കണ്ടോ? കുട്ടിയാ, കുറുമ്പനുവാ, കണ്ടാലറിയാ. ഒപ്പളങ്ങാട്ടോട്ട ബാലകൃഷ്ണനാ എനിക്ക് ഇവനെ കാണുമ്പോ ഓർമ്മ വരുന്നേ. ഒപ്പളങ്ങാട്ടോട്ട ബാലകൃഷ്ണൻ എന്നെയും അറിയാ, എനിക്ക് അവനെയും അറിയാം. അവന്റെ കൊമ്പൊതുക്കും അവന് കിട്ടിയില്ല. വലിയ രാമനായരെ, ഇവനെ നോക്കാനാവോ നമ്മളെ വിളിപ്പിച്ചത്? അങ്ങനെ ആവുമോ ചെറിയ രാമനായരെ? അത് അവിടെ ആരോ ഒരാൾ ഇരിക്കണ്ടല്ലോ. പോയി നോക്ക. വരിക വീട്ടുകാരെ. എന്താ? ഞങ്ങൾ ചുണ്ടങ്ങാപ്പൊലിന്ന് വരിക. ചോറോ കഞ്ഞിയോ വേണോ വെച്ചാ പിന്നാമ്പുറത്തേക്ക് ചെന്നോളൂ. ഇവിടുത്തെ തമ്പുരാനല്ല അടുക്കള കാര്യങ്ങൾ നോക്കുന്നത്. അടുക്കള കാര്യത്തിലൊന്നല്ല, ഇവിടുത്തെ കുഴപ്പക്കാരനെ തമ്പുരാനെ തടയ്ക്കണമെന്നും പറഞ്ഞേ ഒരു കുറിപ്പടി കിട്ടിയിരുന്നു. അങ്ങനെ പുറപ്പെട്ടതാ. ഇവിടിപ്പോ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഉണ്ടല്ലോ. ആയില്ലഞ്ചേരി കോവിലകല്ലേ ഇവിടുത്തെ കാര്യസ്ഥം കുറിപ്പടി അയച്ചേ. കുഴപ്പക്കാരൻ എത്ര വലിയ ശക്തനായാലും ശരി, അദ്ദേഹത്തെ ഞങ്ങൾ ശരിപ്പെടുത്തി തരാം. അതിനുള്ള പരിശീലനം നേടിയിട്ടുള്ളവരാ ഞങ്ങള്. ഓഹോ, ചെലപ്പോ എന്റെ അമ്മാവനെ നോക്കാനായിരിക്കും കാര്യസ്ഥൻ ഉദ്ദേശിച്ചത്. അമ്മാവും കുഴപ്പക്കാരനാണോ? സ്വല്പം മാനസികമാണ്. ആയിക്കോട്ടെ. അപ്പൊ കുറച്ച് കൈക്രിയ വേണ്ടി വരും. വരൂ, അകത്തോട്ട് പോന്നോളൂ, ആളിനെ കാട്ടിത്തരാം. ഓ വരിക. ആ ഇരിപ്പ് തന്നെ കുഴപ്പ. രോഗമില്ലെന്നൊക്കെ പറയാൻ നോക്കും, പക്ഷെ വിടരുത്. ആ പ്രശ്നേ ഇല്ല. ചെറിയ രാമനായര് ഒന്ന് ഉറപ്പിച്ചോളൂ. മേക്കിട്ട് കയറാനോ ആക്രമിക്കാനോ വന്നാൽ തമ്പുരാൻ വിവരം അറിയും. നോക്കി പേടിപ്പിക്കണ്ട. അനുസരണക്കേട് കാണിച്ച അടിച്ച് പുറം പൊളിക്കൂ. വേണ്ടി വന്നാ തളയ്ക്കും. ആരോട് ചോദിച്ചിട്ടാ ഇതിനകത്ത് കിടന്ന്? ചോദിക്കേണ്ടവരെ ചോദിച്ചിട്ട് തന്നെയാ വന്നിരിക്കണത്. ആണെങ്കിൽ പോരുത്. അവിടെ ഇരിക്കും. അവിടെ ഇരിക്കാൻ. അവിടെ ഊന്നാല്. ഇന്നവിടെ ഊന്നാല്. ആരാ നിങ്ങളാ? കാര്യസ്ഥന്റെ കുറിപ്പടി പ്രകാരം ചമ്പുരാനെ നോക്കാൻ വേണ്ടി. കുഞ്ഞൂട്ടന്റെ കാര്യത്തിനാ? അതിന് നിങ്ങൾ എന്തിനാ ഇയാളെ കയറി പിടിച്ചതാ? കുറച്ചു മുമ്പ് ഒരാളാണ് ഇയാളുടെ നിലക്കാണ് അസുഖം. ആര് പറഞ്ഞു? ഇവിടെ ഉമ്മർത്തേണ്ട മറ്റൊരു മനുഷ്യൻ. ഇവിടെ ആർക്കും അസുഖമൊന്നുമില്ല. ഓ, എന്റെ മോൻ കുഞ്ഞൂട്ടനെ ജാതകപ്രകാരം കുറച്ച് കഷ്ടമുള്ള കാല. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന. അതുകൊണ്ട് 24 മണിക്കൂറും അവനെ ശ്രദ്ധിക്കാനാ നിങ്ങളെ വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ പിടികിട്ടി. എന്താ ഒരു 5-6 മാസക്കാലം കൂടെ നിൽക്കാൻ പറ്റുമോ? പറ്റിക്കാം. ഒന്നും പേടിക്കണ്ട.
ഒരു തരി പൂഴി ദേഹത്ത് വീഴാതെ ഞങ്ങൾ സൂക്ഷിക്കണം. പട്ടാമ്പിയിലെ മാടത്തോട് കേശവന് ഇതുപോലൊരു പ്രശ്നം ആനക്കാരി പറയില്ല. ഇവരെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പുറത്തേക്ക് പൊക്കോളൂ. എന്തോ ഇതിൽ ആരാ വലിയ രാമൻ നായർ, ആരാ ചെറുത്? ഞാനാ വലിയ രാമൻ നായർ, ഇത് ചെറിയ രാമൻ നായർ. അപ്പുറത്തേക്ക്. ദൈവതങ്ങൾ കല്യാണം വളർത്തുവാൻ നാരദ മുനീന്ദ്രൻ. അയ്യോ തമ്പ്രാൻ, തമ്പ്രാനെ അവിടെ നിൽക്ക. എവിടേക്കാ? ഇന്നു മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ. ഏത് മൂലയെന്നാ മരണം ചാടി വന്ന് തമ്പ്രാനെ പിടികൂടാന്ന് പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ചേ പറ്റൂ. പടി 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 സൂക്ഷിക്ക. കാല് കാല് ഉമിക്കരി പല്ല് വെച്ചോളൂ. വെള്ളം മുഖം കഴിക്കോളൂ. ഞാൻ ചെയ്തോളാം. ആയിക്കോട്ടെ, പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം. പല്ലിനധികം ബലം കൊടുക്കരുത്. അതുമല്ല, താഴോട്ടും മേലോട്ടും മാത്രം തേച്ചാ മതി, അല്ലേ പല്ല് പൊങ്ങിപ്പോവും. അതുപോലെ. അമ്മേ അമ്മേ വരുന്നു. എന്താ മോനെ? ഇത് കുറെ കൂടി പോകുന്നുണ്ട്. എന്തോന്ന്? എന്തിനാ രണ്ട് കോന്തന്മാർ എന്റെ പുറകെ നടക്കുന്നത്? എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവരെ ഇപ്പൊ പറഞ്ഞേക്കണം. കുറച്ചു കാലം എന്തിനും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാം നല്ലതിനാണെന്ന് കൂട്ടിക്കോളൂ. പ്രായമായി ഞങ്ങൾക്ക് പറ്റുമോ എപ്പോഴും കൂടെ തന്നെ നടക്കാൻ? എന്റെ കുട്ടി പോയി കുളിക്കാൻ നോക്ക്. അമ്പലത്തിൽ പോണ്ടേ? എങ്ങട്ടാ എങ്ങട്ടാ? നരകത്തിലേക്ക്. തമ്പ്രാന് കുളിക്കാനാ വെള്ളം ചൂടാക്കണ്ടേ? എനിക്കോ? ഞാൻ ദിവസവും കുളത്തിലാ കുളിക്കും. അത് പഴയ കഥ. ഇനി ഇന്ന് തൊട്ട് കുളത്ത് കൂടില്ല. ഇവിടെ ഇരുന്ന് കുളിച്ചാ മതി. എനിക്ക് മനസ്സിലെങ്കിലും. ദേഷ്യം പിടിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കണം. ഞാൻ കുളത്തിലെ കുളിക്കും. ഇന്നവിടെ ഞാൻ കുളത്തിലെ കുളിക്കും. ഇന്നവിടെ അടുത്ത് ചെറിയ രാമനാര് ഒന്ന് വേഗം എടുക്കുക. എന്നെ വിടുന്നു. ഞാൻ അവിടെ കുളത്തിലെ ഇരിക്കാൻ. കുളിക്കുള്ളൂ. അവിടെ ഇരിക്കാൻ. എന്തൊരു കഷ്ടായത്. എന്നെ പിടിക്കൊന്നും വേണ്ട. ഞാൻ ഓടിപ്പോകൊന്നുമില്ല. പേടിയൊന്നുമില്ല. ഇനി ഓടിപ്പോയാലും പിടിച്ചുകൊണ്ടുവരാനൊക്കെ അറിയാം. പിന്നെ എന്താ ഒരു ഉറപ്പിന് പിടിച്ചെന്ന് നോക്കണം. പറയുമ്പോലെ ചെറിയ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പിടിച്ചോണ്ട് എടുക്കണേ? വീട്ടേക്ക് വലിയ രാമൻ നായരെ ഇങ്ങോട്ട് പറയാം. ചെറിയ രാമൻ നായരെ, തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ, തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുകയും ഞാനാ, താനല്ല. നിങ്ങൾ ഒന്നാം പാപ്പാനായിരുന്നതേ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ്. ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല. ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്വമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി. എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ഈ ജന്മത്ത് പറ്റില്ല മോനെ. വല്യരാമൻ നായര് ഞാൻ എപ്പോഴും. ഈ തമ്പ്രാൻ എങ്ങോട്ടാ പോയേ? തമ്പ്രാനെ തമ്പ്രാനെ തമ്പ്രാൻ എവിടെ? തമ്പ്രാൻ എവിടെയാണോ? തമ്പ്രാൻ ഇവിടെ വറച്ചോണ്ട് നിങ്ങളെ പോയൊക്കെ അന്നും കൂടി വരിക. നോക്കുക തമ്പ്രാനെ. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ചൂടുണ്ടോ അധികം? പാൽക്കഞ്ഞി ഇഷ്ടമാണല്ലോ മോന്. ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെന്താ കഴിക്കാത്ത? എനിക്ക് വേണ്ട. എന്തു പറ്റി എന്റെ മോന്? നല്ല മനസമാധാനമുള്ള അന്തരീക്ഷമാണല്ലോ ഇവിടെ. പണി ഇതാണെങ്കിലും ഇവിടുത്തെ കഞ്ഞി ഗംഭീരായിരിക്കണം.
കഞ്ഞി കൊള്ളാം, പക്ഷെ പുഴുക്കും കൂടെ വേണ്ടിയിരുന്നു. ഭാര്യ വിട്ട് വന്നോളൂ. തമ്പുരാനെ, അവിടെ നിൽക്ക്. അവിടെ ഇറങ്ങാൻ ഇറങ്ങാൻ ദൈവമേ, വാഹനാണല്ലോ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ. ഈ പറഞ്ഞ അനുസരിച്ച് ആദ്യം വല്ല അപകടവും വരുത്തി വെക്കുമല്ലോ. നല്ലല്ല. ഇറങ്ങിക്കോളൂ. എന്താ തോന്നിയോസാ ഇറങ്ങാൻ. പിടിച്ചാ. അയ്യോ, ആയി ഇറങ്ങാൻ. ഇവിടെ ഇറങ്ങാൻ. തമ്പുരാനെ ഇറങ്ങണം. നിർബന്ധമായിട്ട് ഇറങ്ങണം. ഞാനേ പോകാം. അയ്യോ അപ്പേ. അയ്യോ വല്ലേ രാമനായരെ, പിടിച്ചോളൂ. അയ്യോ തമ്പുരാനെ, പിടിക്കാൻ ചെറിയ രാമനായരെ. എന്തോ ഇരിക്ക. അയ്യോ അയ്യോ പിടിച്ചോളൂ. രാമനായരെ ഓടി പിടിക്കാ. അയ്യോ അയ്യാത്തോണ്ടല്ലേ പിടിക്കാൻ രാമനായരെ. അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ. എന്താ നീ കാണിച്ചത്? ഞാൻ സൈക്കിള് ആര് പറഞ്ഞു സൈക്കിൾ എടുക്കാൻ? അയ്യോ എന്റെ മോനെ. എന്റെ തമ്പുരാനെ, ഈശ്വരാ. ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതും വാഹനാണ്. വല്ല അപകടം സംഭവിച്ചിരുന്നെങ്കിലോ? ഓ, ഇനി മേലാൽ ഈ കുന്തം ഈ പണിക്കകത്ത് കയറ്റരുത്. പുറത്ത് നിർത്തി വെള്ളം അടിച്ചാ മതി. കത്തും കമ്പിയും ഒക്കെ ഞങ്ങൾ അവിടെ വന്ന് വാങ്ങിച്ചോളാം. വേണ്ടാന്നേ. ഇനി അടുത്ത 6 മാസത്തേക്ക് എത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നാലും കത്തും കമ്പിയൊന്നും ഈ വീട്ടിലേക്ക് വേണ്ട. ഉം. ഓ ഓ നിങ്ങൾ എന്തിനാ അവിടെ നിർത്തിയത്? എവിടെയായിരുന്നു രണ്ടുപേരും? ഞങ്ങള് കഞ്ഞി. അതറിയാം. ഓ നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? അല്ല, അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്രമൊക്കെ മൂപ്പര് അറിയണ്ടേ? അല്ല, അറിഞ്ഞു കാണൂ. ആ പെട്ടിഗ്രാമ ഞാൻ എടുത്തോളാം. ഞാനാണ് കുഞ്ഞാ പിടിച്ചോളാം. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞാപ്പ് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങള്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അളിയന് പേര് സ്റ്റേഷനില്ല. പാലത്തറയില്. എന്നാലും എന്റെ ചന്ദ്ര, വല്ലപ്പോഴും ഒരു കത്ത്. എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നിന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്കും അനന്തേട്ടന് ആഗ്രഹം ഉണ്ടാവില്ലേ? കൂടപ്പിറപ്പായിട്ട് എനിക്ക് നീയല്ലേ ഉള്ളൂ. ഛേ, അത് പോട്ടെ. വരണം എന്ന് വിചാരിക്കുന്നോണ്ട് എഴുതാൻ പഠിക്കുന്നത്. പിന്നെ എല്ലാ ഒത്തുവന്നൊന്നും വന്നു പോകാനും പറ്റിയില്ല. രാമേട്ടനെ ഇപ്പഴെങ്കിലും വിടണ്ട വിചാരിച്ചെടുത്തി. കുഞ്ഞുകുട്ടന്റെ കാര്യം അറിഞ്ഞാ? ആ, ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. കുഞ്ഞിക്കുട്ടപ്പ് എന്ത് ചെയ്യുന്നു? കുറച്ചുകാലമായിട്ട് പുറത്തെങ്ങും വിടാറില്ല. തമ്പ്രാൻ നോക്കാൻ ആളാക്കിയിരിക്കാം അവിടെ. അതെന്താ? പാരാട്ട പണിക്കൊരു പ്രശ്നം വെച്ച് പറഞ്ഞതാ. കുറച്ചാളത്തെ കുഞ്ഞുകുട്ടന്റെ കഷ്ടാല പുറത്തിറങ്ങാൻ പാടില്ലാന്ന്. ആ, എന്നാ പോട്ടെ. എങ്ങോട്ട്? കുഞ്ഞുകുട്ടനെ കണ്ട് പറയണ്ടേ? പിന്നെ ആരാ? നാട്ടിൽ മുഴുവൻ ന്യൂസ് എത്തിക്കാൻ പോന്ന പോക്കാ. അനന്തേട്ട ആകാശവാണിന്നാ വിളിക്കുക. കുട്ടിയുടെ ഉച്ചയ്ക്ക് കൊണ്ടാൻ പറ്റില്ലേ? അവര് ചോറ് കൊണ്ടുപോവാ. ആ, നീ ഇങ്ങനെ ഇരിക്കാതെ അകത്ത് വന്ന് ഡ്രസ്സൊക്കെ മാറാൻ നോക്ക്. എന്റെ ഈശ്വര. എടിയേ എടിയേ, ഒന്ന് പിടിച്ചേ. എന്തിനായി കാശ് വെറുതെ കളയുന്നേ? ഇവിടെ ആവശ്യം പോലെ ഇരിപ്പുണ്ടല്ലോ പഴം. കാശ് കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത. റോഡ് വക്കത്ത് കച്ചവടം ചെയ്യരുതെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേസും കൂട്ടത്തിനൊന്നും പോണ്ടാന്ന് കരുതി ഈ കൊലയമേൽ അതാണ്ട് ഒതുക്കി തീർത്തു. ആ, താനെപ്പോ വന്നു? കുറച്ചു നേരമായി. വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ? അയ്യോ, അളിയൻ എന്തായി പറയുന്നത്? വരണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഈ ടൈമൊക്കെ കൂടി ഒത്തു കിട്ടാനുള്ള. അല്ല, കേറുന്നില്ലേ? ഇല്ല, ഞാൻ ഡ്യൂട്ടിയില്ല. വൈകുന്നേരം വരാം. ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ? അയ്യോ, അല്ല, നിനക്ക് ടൈം ഉണ്ടാവോന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഈ അളിയന് പഴയതിന്ന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. മാറ്റുണ്ടെങ്കിൽ ഞാൻ ഇന്ന് SI ആവില്ലേ? ഒന്ന് പോടാ അവിടുന്ന്.